അങ്കമാലി ഡയറീസ് എന്ന് പറയുന്നത് ഒരാളുടെ കഥയല്ല. ഒരു അങ്കമാലിക്കാരൻ്റെ കഥയല്ല അങ്കമാലി ഡയറീസ്. കുറേ അങ്കമാലിക്കാരുടെ കഥയാണ്. അതായത് അങ്കമാലി എന്ന് പറയുന്ന നാടിൻ്റെ ഒരു കഥയാണ് നമ്മൾ പറയാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവിടുത്തെ ആളുകളുടെ ജീവിത രീതി, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവർ ആസ്വദിക്കുന്ന തരത്തിലുള്ള തമാശകൾ, അവരുടെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ്, ക്രൈം എല്ലാം ഇൻവോൾവാണ് അതിനകത്ത്. ഒരു പാക്കേജിങ് ആണ് ആക്ച്വലി. അത് അങ്കമാലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഒരു കുഴഞ്ഞു പറഞ്ഞു കിടക്കുകയാണ്. അതിന് നമുക്കൊരു ജോണർ സ്പെസിഫിക് അല്ല സിനിമ. നമുക്കതൊരു ക്രൈം ത്രില്ലറാണ്, അല്ലെങ്കിൽ ഡ്രാമയാണ്, റൊമാൻറ്റിക് ഫിലിമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് എല്ലാം കലർന്ന ഒരു തരത്തിലുള്ളൊരു അതുകൊണ്ടാണ് നമ്മളതിനെ അങ്കമാലി ഡയറീസ് എന്ന് വിളിക്കുന്നത്. അത് കുറേ നുറുങ്ങ് സംഭവങ്ങൾ ഒരുമിപ്പിച്ച് നമ്മളതിനെ ഇടയിലൂടെയാണ് കഥ പറയുന്നത്. സത്യത്തിൽ ഇത് ആ സ്ഥലത്തിനെ കുറിച്ചുള്ള കഥയാണ്. നമ്മൾ നായകൻ ഉള്ള രൂപത്തിലേക്ക് പ്രൊട്ടഗണിസ്റ്റായിട്ട് ആൻ്റണി വർഗീസ് എന്ന് പറയുന്ന ഇതിലൂടെയാണ് നമ്മൾ നരേറ്റ് ചെയ്യുന്നത്. വിൻസെൻ്റ് പെപ്പെ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെയാണ് സിനിമ നമ്മൾ നരേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും പെപ്പയുടെ ജീവിതകഥയാവുന്നില്ല. അത് ആ അങ്കമാലിയുടെ കഥയാണ് ആക്ച്വലി. അതാണ് കൂടുതൽ അതിന് ആപ്റ്റ് ആവുക. അത് അങ്ങനെ ഇൻറ്റൻഷനലി എന്നാൽ പിന്നെ വാശിക്ക് ഞാൻ കുറേ പുതുമുഖങ്ങൾ വെച്ചിട്ട് പടം ചെയ്ത് കാണിക്കാം എന്നുള്ള തീരുമാനത്തിലൊന്നും എടുത്തതല്ല. അത് ഈ ഗ്യാപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ പുതിയ ചിന്തകൾക്കും പുതിയ സിനിമ ഏത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിനൊക്കെ എടുക്കുന്നൊരു സമയമാണ്. അപ്പോൾ വേറെയും പ്രൊജക്റ്റുകൾ ആലോചനയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചിലത് മാറിപ്പോയപ്പോഴാണ് നമ്മൾ വളരെ മുമ്പ് സംസാരത്തിലുള്ള ഈ പ്രൊജക്റ്റിലേക്ക് വന്നത്. അപ്പോൾ അത് ഒരുപാട് കാലം ഇടയ്ക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഈ സിനിമ ചെയ്യാമെന്ന് പറയും, എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ പല റീസൺസ് കൊണ്ട് തള്ളിപ്പോയതാണ് ഈ അങ്കമാലി ഡയറീസ് ഏറ്റവും ആദ്യത്തെ പ്ലാനിങ്ങിൽ. അപ്പോൾ ഒരു പോയിന്റിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേറെയും 1-2 പ്രോജക്ട്സുമായിട്ട് സംസാരത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെമ്പൻ തന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യുമെന്ന് ഉള്ള രീതിയിൽ ഞാൻ ധൈര്യം കൊടുക്കുക ചെയ്തു. അപ്പോൾ കാരണം വെച്ചാൽ ചെമ്പൻ അറിയാവുന്ന ഇൻസിഡൻസും സ്ഥലമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ അത് എന്താ പറയുക, ഒരു സർക്കിൾ പോലെയാണല്ലോ, അത് കറങ്ങി നമ്മളിലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ എന്തുകൊണ്ട് പുതിയ ആളുകളെ വെച്ച് സിനിമ ചെയ്യണു എന്ന് ഉള്ള ക്വസ്റ്റ്യന് എനിക്ക് പറയാനുള്ളത് അങ്ങനൊരു പർട്ടിക്കുലർ റീസണൊന്നുമില്ല. എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ, സാധാരണ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് എത്തരത്തിലുള്ള മുഖങ്ങളാണോ മനസ്സിൽ വരുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുക. ചിലപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖമായിരിക്കും ആ കഥാപാത്രത്തിനുണ്ടാവുക. അപ്പോൾ ബേസിക്കലി നമുക്കത് ഇയാളാണ് ഈ കഥാപാത്രം ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണമായ ബോധ്യം വരണം എന്നുള്ളതാണ് അതിനകത്ത്. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയത് ഇതെല്ലാം പുതിയ നമ്മൾ ഇതുവരെ കാണാത്ത ആളുകളായിരിക്കണം ഇതിനകത്ത് വേണ്ടതെന്നുള്ള ഒരു തോന്നലായിരുന്നു. ഇതൊക്കെ കൂടാണ്ട് എനിക്ക് പേഴ്സണലി വളരെ കാലത്തൊരാഗ്രഹമാണ് എല്ലാം ഫ്രഷേഴ്സ്, ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ളൊരു കാസ്റ്റ് വെച്ചൊരു സിനിമ എന്നുള്ളത്. അപ്പോൾ അതിന് റൈറ്റായിട്ടുള്ള സ്ക്രിപ്റ്റും കൂടി വന്ന് വീഴണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്തരത്തിലുള്ള സ്ക്രിപ്റ്റായിരുന്നു, അതുകൊണ്ട് അതിലേക്ക് എത്തി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക് പുതിയ ആളുകൾ വരട്ടെ, അതല്ലേ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി വളരുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മറ്റു ഇൻഡസ്ട്രീസിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ചോയ്സ് ഓഫ് ആർട്ടിസ്റ്റ് വളരെ വലിയ ഇതാണ്. നമുക്ക് വിരലെണ്ണാവുന്ന ആളുകളല്ല മറ്റു ഇൻഡസ്ട്രികൾക്കുള്ളത്. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ആർട്ടിസ്റ്റിനും അറ്റ്ലീസ്റ്റ് 10-15 ചോയ്സുകൾ അവർക്ക് മുമ്പിലുണ്ട്. ഇവിടെ നമ്മളൊരു കഥാപാത്രം ചെയ്യണമെങ്കിൽ ഒരാൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരിക ഒരു പക്ഷേ. അപ്പോൾ കൂടുതൽ ആളുകൾ വരട്ടെ, കൂടുതൽ നമ്മൾ ആരെയും ചുമ്മാ ഒരാളെ പിടിച്ച് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ. അപ്പോൾ അത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ടെക്നിക്കൽ സൈഡിലും എല്ലാ സ്ഥലത്തും ആളുകൾ വരണം. അങ്ങനെയാണ് ഇൻഡസ്ട്രി വളരാമെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. അല്ല, ഇത് ആദ്യം ചെമ്പൻ ഇത് എഴുതി ഇതൊരു സ്ക്രിപ്റ്റ് രൂപത്തിലേക്ക് ആക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഒരു നരേറ്റേഷൻ പോലെ പറയുമായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇപ്പോൾ പറയുന്ന മൂഡ് നല്ലതാണ് സിനിമയുടെ. അപ്പോൾ ഇത്തരത്തിലാണോ സിനിമയുടെ ടോട്ടാലിറ്റി എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതൊരു ബൗണ്ട് സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തന്നാലാണ് എനിക്കത് മനസ്സിലാവുള്ളൂ. അല്ലാതെ അവിടെ നിന്നുള്ള ഇൻസിഡൻസ് കേട്ടുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടില്ല. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴായിട്ട് ഇതിനെ പറ്റി ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ 1-2 തവണ ചീത്ത പറഞ്ഞു. അതായത് എഴുതി പൂർത്തിയാക്കാൻ പറഞ്ഞ പുള്ളി പൂർത്തിയാക്കില്ല, അത് ഇങ്ങനെ ചുമ്മാ ഇരിക്കേണ്ട അതേപടി തന്നെ ഇരിക്കുകയാണ്. പിന്നെ എഴുതി കൊണ്ടുവന്ന് ഒരു ലോഡ് 5 സിനിമയ്ക്കുള്ള ഐറ്റം പുള്ളി എഴുതി കൊണ്ടുവന്നു. അപ്പോൾ
അത്ര അധികം അനുഭവങ്ങളും ഇൻസിഡൻസും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടി നമുക്ക് ഒരു സിനിമയ്ക്കകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. മാത്രമല്ല അത് ഒരു സിനിമയുടെ ഒരു ഫോർമാറ്റിൽ നമ്മൾ നിർത്താൻ എന്നാൽ അത്രയും അത് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല ആവർത്തി ഉള്ള ഞങ്ങളുടെ റീഡിങ്ങിലും സിറ്റിങ്ങിലും പല ഡിസ്കഷൻസിലും ഒക്കെ നമ്മളത് അത് കൊണ്ടുവന്നൊരു ഫൈനൽ രൂപമാണ് ഇപ്പോൾ സിനിമയായിട്ട് ഇറങ്ങാൻ പോകുന്ന അങ്കമാലി ഡയറീസ്. അപ്പോൾ ഇത് ഒരുപാട് നാളത്തെ ഒരു ഇതാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ചെമ്പൻ അത് പറഞ്ഞപ്പോൾ ഞാനത് കേൾക്കാൻ തയ്യാറായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പലയിടത്തും പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരാളുടെ ഒരു മനസ്സിലുള്ള ക്രിയേറ്റിവിറ്റി മനസ്സിലാവുമല്ലോ. അപ്പം മാത്രമല്ല ചെമ്പൻ അവിടെ ജനിച്ച് വളർന്ന ആളാണ്. ഇതിലുള്ള കുറേ ഇൻസിഡൻസ്, കുറേ തമാശകൾ, കാര്യങ്ങളെല്ലാം ചെമ്പൻ നേരിട്ട് കണ്ടിട്ടുള്ളതും അറിയാവുന്ന ആളുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ള തോന്നലിൽ നിന്നാണ് അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് ഉള്ള തീരുമാനത്തിലെത്തിയത്. ഇല്ല, ചെമ്പൻ്റെ മാൻഡറിസംസ് ഒക്കെ ഉള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ചെമ്പൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൽ ഇൻസിഡൻസ് ഡെഫിനറ്റ്ലി അങ്കമാലിയിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിൽ ഹ്യൂമർ ആയിക്കോട്ടെ, ക്രൈം ആയിക്കോട്ടെ, ഒക്കെ അവിടെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളത് ഫിക്ഷണലൈസ് ചെയ്തു. നമുക്കൊരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ബയോപിക് പോലൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്യണം. അത്തരത്തിലുള്ളൊരു സിനിമയ്ക്കുള്ള മെറ്റീരിയൽ അല്ല അത്. ഇത് ഇത്തരത്തിൽ തന്നെയാണ് അതിനെ പ്ലേസ് ചെയ്യേണ്ടത്. പക്ഷെ അത് പറയാനായിട്ട് നമ്മൾ വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു പ്ലാറ്റ്ഫോമിലാണ് കഥ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്രമാത്രമേ ഉള്ളൂ അതിനകത്ത്.